പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ നുഴഞ്ഞുകയറിയത് 1.5 വർഷം മുൻപാണെന്ന് വിവരം. സാംബ കത്വ മേഖലകളിൽ അതിർത്തി വേലി മുറിച്ചാണ് ഭീകരർ നുഴഞ്ഞുകയറിയത് എന്നാണ് സൂചന. ഭീകരർ പാക് പൗരന്മാരാണെന്ന് സ്ഥിരീകരിച്ചു. ഹാഷിം മൂസയെ ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു. അതിർത്തിയിൽ ഇതിനിടെ പാക് പ്രകോപനം തുടരുകയാണ്. കുപ്വാര, ബാരാമുള്ള മേഖലകളിൽ വെടിവെപ്പുണ്ടായി. സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്ന് കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പകുതിയിലേറെ അടച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് പട്ടാള മേധാവി അസീം മുനീർ കുടുംബത്തോടൊപ്പം രാജ്യം വിട്ടെന്നും സംശയമുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, ബൽറാം നെടുങ്ങാടിയും ചേരും. ആദ്യം ഹാഷ്മിയിലേക്കാണ്. ഹാഷ്മി, ഇപ്പോൾ ചില പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അതിലൊന്ന് ഈ പാക് പട്ടാള മേധാവി എവിടെ എന്നുള്ള ചോദ്യമാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ഹാഷ്മി? ഉന്മേഷം, പഹൽഗാം വനാന്തരങ്ങൾ കേന്ദ്രീകരിച്ച് അതിന് ചുറ്റുമുള്ള വിശാല വനമേഖല കേന്ദ്രീകരിച്ച് ഈ തീവ്രവാദികളെക്കുറിച്ച്, ഈ ഭീകരവാദികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ സൈന്യം വളരെ ഊർജിതമായി കിട്ടാൻ കഴിയാവുന്ന പരമാവധി ശ്രമങ്ങൾ, സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറെ വൈകിയോ നാളെയോ രാത്രിയോ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊക്കാനഗർ ആ മേഖല, വനമേഖല കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉന്മേഷത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ നേരത്തെ ഒന്നാണ് ഈ ഭീകരർ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറുന്നത് 1.5 വർഷം മുൻപാണ് എന്നാണ് കിട്ടുന്ന വിവരം. ഈ പറഞ്ഞ സാംബ കൊത്ത മേഖലയിലെ അതിർത്തി വേലി മുറിച്ച് ഇവർ ഇങ്ങോട്ടേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. മാത്രമല്ല ഇതിൽ ഹാഷിം മൂസ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന വനാന്തരങ്ങളിൽ അല്ലെങ്കിൽ കാട്ടിൽ ദീർഘനാൾ താമസിച്ച് എത്ര കാലം വേണമെങ്കിൽ കഴിയാനുള്ള പരിശീലനം കിട്ടിയ ആളാണെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ പരിശീലനം കിട്ടിയ ഭീകരാണ് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് അവരെ കണ്ടെത്താനുള്ള പ്രയാസം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ തീവ്രവാദികളെ കുറിച്ച്, ഭീകരവാദികളെ കുറിച്ചുള്ള കൃത്യമായ ട്രാക്കിംഗ് നടക്കുന്നുണ്ട്. അവരെ കേന്ദ്രീകരിച്ച് അവരെ എങ്ങോട്ടേക്കൊണ്ട് അവർ ആരുമായൊക്കെ ബന്ധപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചില സൂചനകൾ കിട്ടുന്നുണ്ട്. ലോക്കൽ റെസിഡൻസുമായൊക്കെ സംസാരിക്കുന്നു. 20 ലക്ഷം എന്തെങ്കിലും അവരുടെ വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വളരെ സത്വരമായ സമഗ്രമായ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഉന്മേഷ്, അതിനിടയിലാണ് ഈ പറയുന്ന രീതിയിൽ ചൈന പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയെക്കുറിച്ച്, അവർ പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ വരുന്നത്. PL-15 നൽകിയത് ചൈനയാണ്, യുദ്ധകാലാടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് എത്തിച്ചതാണ് എന്ന പാകിസ്ഥാൻ അവകാശവാദങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും വളരെ സജീവമാകുന്നത്. അതിന് നേരത്തെ ഉന്മേഷ് പറഞ്ഞ പാക് പട്ടാള മേധാവി അസീം മുനീർ, അദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല എന്ന് ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉന്മേഷ്, ഈ പറയുന്ന പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ പ്രകോപനങ്ങൾക്ക് പിന്നിലേക്ക് പോയാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകോപനമായി നിലനിന്നിരുന്നത് ഈ പട്ടാള മേധാവിയുടെ വളരെ പ്രകോപന പ്രസ്താവനയായിരുന്നു, ഇന്ത്യാവിരുദ്ധ പ്രസ്താവനയായിരുന്നു. കാശ്മീർ പാകിസ്ഥാന്റെ ജഗുലാർ വെയിനാണ്, അവരുടെ കഴുത്തിലെ ഞരമ്പാണ്, തലയിലെ ഞരമ്പാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉള്ള അങ്ങേയറ്റത്തെ വിദ്വേഷ പ്രസ്താവന ആണ് ഇതിനൊക്കെ പ്രധാന കാരണമായി പരിഗണിക്കപ്പെടുന്നത്. അതിനുശേഷം ഈ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഈ പറയുന്നത് അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും കാണപ്പെടുന്ന വളരെ വോക്കലാവുന്ന, വളരെ വിദ്വേഷ പ്രസ്താവനകൾക്ക് ഒരു മയവും ഇല്ലാതെ പറയുന്ന പാക് പട്ടാള മേധാവി അതിനുശേഷം പിന്നീട് കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിന്റെ കുടുംബം UK-യിലേക്ക് മാറിയിട്ടുണ്ടെന്നത് ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്ന വിവരമാണ്. അതിന് പിന്നാലെയാണ് കുടുംബത്തോടൊപ്പം അസീം മുനീറും പാകിസ്ഥാൻ വിട്ടിട്ടുണ്ടോ എന്ന സംശയം ഉയരുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ സംശയം കൂടുതൽ സജീവമാകുമ്പോൾ, ശക്തമാകുമ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പാക് പ്രധാനമന്ത്രി അസീം മുനീറിനൊപ്പം അബോട്ടാബാദിൽ ഒരു പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചു. അതൊരു ഉറപ്പായും അസീം മുനീറിനെ പൊതുവേദികളിൽ കാണാനില്ല എന്ന സംശയം, അസീം മുനീർ രാജ്യം വിട്ടു എന്ന സംശയം ബലപ്പെട്ടപ്പോൾ പങ്കുവച്ചൊരു ചിത്രമാണ്. പക്ഷേ ആ ചിത്രത്തെക്കുറിച്ചും ആ ചിത്രം എപ്പോഴത്തെ ചിത്രമാണെന്ന് തുടങ്ങിയ ചില സംശയങ്ങൾ, എന്തായാലും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയ്ക്ക് തന്നെയാവണം പാക് പ്രധാനമന്ത്രി ആ ചിത്രങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അസീം മുനീറിനെ ഏതെങ്കിലും പൊതുവേദിയിലോ ഏതെങ്കിലും പ്രധാനപ്പെട്ട യോഗങ്ങളൊന്നും കാണാനില്ല. അദ്ദേഹം റാവൽപിണ്ടിയിലെ ബങ്കറിലാണ് എന്ന് ചില ഡിഫൻസ് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈ പാക് പട്ടാളത്തിന്റെ ടോപ്പ് റാങ്ക് ആൻഡ് ഫയലിൽ, പാക് രാഷ്ട്രീയത്തിന്റെ പ്രധാന നേതൃനിരയിലൊക്കെ ഒരു ഇന്ത്യൻ ആക്രമണം ഉണ്ടാകും എന്ന ആശങ്ക അതീവ ശക്തമായി തുടരുന്ന മണിക്കൂറുകളാണ്. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബൽറാം നെടുങ്ങാട് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, ഈ നുഴഞ്ഞുകയറിയ ഭീകരരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബൽറാം?
ഉന്മേഷ്, ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഭീകരർ ഒരു വലിയ സംഘമായാണ് അതിർത്തി കടന്ന് എത്തിയത് എന്നും സാംബ കത്വ മേഖലയിൽ അതിർത്തി വേലി മുറിച്ച് കമ്പിവേലി മുറിച്ചാണ് അവർ ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നുമാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അതിൽ ഇവർക്ക് വഴികാട്ടിയായി പ്രവർത്തിച്ചത് കശ്മീർ സ്വദേശിയായ ആദിൽ തോക്കർ എന്ന പ്രാദേശിക ഭീകരനാണ് എന്നും സ്ഥിരീകരിക്കുന്ന വിവരം ലഭിച്ചിരിക്കുകയാണ്. ഈ ഭീകരവാദികൾ, അതിൽ പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 4 പേരിൽ 3 പേരെയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആദിൽ തോക്കറിനെ കൂടാതെ പാക് ഭീകരരായ അലിബായ്, ഹാഷിം മൂസ എന്നിവരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇതിൽ ഈ അലിബായ് നേരത്തെയുള്ള തുരങ്ക ആക്രമണത്തിലും പങ്കെടുത്തിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സെഡ്മോർ ആക്രമണത്തിൽ പങ്കെടുക്കുകയും അതിനെ തുടർന്ന് ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയുമായി ഉള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്ത ജുനൈദ് ആബിദ് ഭട്ടിന്റെ ഫോണിൽ നിന്നും ലഭിച്ച ഫോട്ടോകൾ, അത് ഈ നുഴഞ്ഞുകയറിയ ഭീകരരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ആ ഫോട്ടോകളിൽ ഈ 2 ഭീകരരുടെ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത അലിബായിയുടെയും ഒപ്പം തന്നെ ഹാഷിം മൂസയുടെയും ഫോട്ടോകളും ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റു ഭീകരവാദികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 1.5 വർഷമായി സുരക്ഷാ സേനയ്ക്കും പോലീസിനും എതിരെ നടന്ന പല ആക്രമണങ്ങളിലും ഇരുവരും പങ്കെടുത്തിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിരിക്കുന്നു. ഏതാണ്ട് 22 കിലോമീറ്ററോളം 22 മണിക്കൂറുകളോളം വനമേഖലയിൽ സഞ്ചരിച്ചാണ് ഈ ഭീകരവാദികൾ ആക്രമണ സ്ഥലത്ത് എത്തിയത് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു വിവരം എന്നുള്ളത്, ജമ്മു കശ്മീരിലെ ആക്രമണത്തിന് പിന്നാലെ സുരക്ഷാ സേന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 87 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 48 എണ്ണവും അടയ്ക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.